ഇതാണ് അവസ്ഥ ട്രെയിനില്ല. അപ്പോൾ ഉറങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കിട്ടിയെടുത്ത് ഇങ്ങനെ ഉറങ്ങാൻ എവിടെയെല്ലാം ഉറങ്ങും നോക്കിയാൽ. നമ്മളിതാ ഈ രണ്ടാണ് നമ്മൾ ചങ്ങായി മാറിയതാ. നമ്മുടെ യാത്രയുടെ 2ാം ദിവസമായിരുന്നു ഇത്. അടിപൊളി യാത്രയായിരുന്നു. യാത്രയുടെ ലൊക്കേഷനൊക്കെ വേറെ തന്നെ ഒരു വൈബായിരുന്നു. ഈ വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ലോങ് ഓടുന്നതിൽ 3ാം സ്ഥാനത്തുള്ള വണ്ടിയാണ് ഹിമസാഗർ എക്സ്പ്രസ്. കന്യാകുമാരിയിൽ നിന്നും എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച 2:45 സ്റ്റാർട്ട് ചെയ്ത് തിങ്കളാഴ്ച 9:45 കാശ്മീർ എത്തുന്ന ഒരു വണ്ടിയാണിത്. യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷൊർണൂർ നിന്നും മാറി തമിഴ്നാട് വഴിയാണ്. തമിഴ്നാട് നിന്ന് ആന്ധ്രാപ്രദേശ് വഴി നമ്മുടെ ഉത്തർപ്രദേശ് രാജസ്ഥാൻ വഴി ആഗ്രയിലേക്ക് പോയി. ആഗ്രയിൽ നിന്ന് നേരെ നിസാമുദ്ദീൻ ആ വഴി അതുവഴിയാണ് ഈ വണ്ടി പോകുന്നത്. പിന്നെ കാഴ്ചയൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ മാസ്മരികമായ കാഴ്ചയാണ്. കൂടുതലും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതും പിന്നെ കുറേ തരിശുഭൂമിയിലെ കൂടെയൊക്കെയാണ് ഈ വണ്ടി യാത്ര പോകുന്നത്. ആ പോകുന്ന വഴിയൊക്കെ മരങ്ങളൊക്കെ ഇല്ലാത്തത് കാരണം നല്ലോണം ചൂട് അനുഭവപ്പെടും. പിന്നെ ഇതിന് ലോക്കൽ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 645 രൂപയാണ് വരുന്നത്. 645. സ്ലീപ്പർ ആണെങ്കിൽ 1040. സെക്കൻഡ് ടയർ AC ആണെങ്കിൽ 2800 വരും. എന്നീ 3 കമ്പാർട്ട്മെൻറ്റ് ആണ് ഈ യാത്രയിൽ വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ അവിടെ ഉള്ളത് പറഞ്ഞാൽ ഭോപ്പാലിലാണ് ഉള്ളത്. ഭോപ്പാലിലെത്തി നമ്മളങ്ങനെ ഹിമസാഗർ വണ്ടി ഏകദേശം 1:30 ഞാൻ എന്തായാലും രാവിലെ ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി. അതായത് ഇൻട്രോ ഏതായാലും ഭോപ്പാലിന് എടുക്കാൻ വെച്ചു. നമ്മൾ കുറിപ്പി പടത്തിലെല്ലാം കാണുന്ന പോലെ ഭോപ്പാലിലാണ് ഉള്ളത്, കുറിപ്പി കാണിക്കുന്ന ഭോപ്പാലിൽ. അപ്പോൾ ഈ നമ്മൾ വണ്ടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടെടുത്തിട്ട് ഒന്നിനും കഴിഞ്ഞില്ല. ഈ ഒരു മെയ് മാസം ചൂടിൻ്റെ മാസമാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് കാണിച്ചു തരാം. അത് ഹിമസാഗർ വണ്ടീൻ്റെ കാര്യങ്ങളും ഇല്ല. ഇപ്പോൾ ഭോപ്പാലിനകത്ത് നിങ്ങൾ മാർക്കറ്റിൽ ഫുള്ള് തിരക്കാം. എല്ലാവരും സ്റ്റേഷൻ തന്നെയാണ് ഭോപ്പാൽ. ഇത് രാജസ്ഥാനിലെത്തിയപ്പോൾ ജലസേവ എന്ന് പറയുന്ന ടീമിൻ്റെ വക ഫ്രീ ആയിട്ട് തണുത്ത വെള്ളം, കൊടും ചൂടിൽ ഫ്രീ ആയിട്ട് തണുത്ത വെള്ളം തരുന്ന സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഈ ചൂടിൻ്റെ സമയത്ത് വണ്ടിയിലുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് കുറേ കൂട്ടങ്ങൾ വന്ന് വെള്ളം കൊണ്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലുള്ള തരിശ് ഭൂമിയാണ്. ഇവിടെ മഴക്കാലങ്ങളിൽ നെല്ലും ഗോതമ്പും ചോളമൊക്കെ കൃഷി ചെയ്യുന്ന ഭൂമിയാണ്. കൃഷിഭൂമി, ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൂട് കാരണം എല്ലാം വരണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം 1 മണി 2 മണി സമയത്താണ്. ആ സമയത്ത് കത്തി നിൽക്കുന്ന സൂര്യനെയാണ് നിങ്ങൾ ആകാശത്ത് കാണാൻ പറ്റുന്നത്. യാത്ര എന്തായാലും വൈബായിരിക്കും. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ഓർമ്മകളും കാശ്മീരിൻ്റെ ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഈ തരിശുഭൂമിയിൽ നിന്ന് കാര്യമാക്കിയതാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിപ്പോൾ കാണുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ നമ്മൾ ആഗ്രാഖണ്ഡെത്തി. ആഗ്രാഖണ്ഡ് ഒടുവിലത്ത് വലിയ യാത്രയ്ക്ക് ശേഷം ആഗ്രാഖണ്ഡെത്തി. നമ്മളെ ചങ്ങായിക്കും വേണ്ടിയിട്ട് ലൈസ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോയത്. ഞാൻ യാത്രനെ കുറിച്ച് പറയാൻ വേണ്ട. ഒടുക്കത്തെ ചൂടലും കാരണം അവസാനം ഓടി നമ്മൾ ഡൽഹിൻ്റെ അടുത്തെത്തി. ആഗ്ര എത്തി. താജ്മഹലിലേക്ക് പോകുന്ന റൂട്ടാണിത്. ഏകദേശം ആൾക്കാരെല്ലാം കണ്ട ഫുൾ ആളാണ് ആഗ്ര സ്റ്റേഷൻ മൊത്തം. നമ്മൾ ചങ്ങായിനെ നമ്മൾ AC കമ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടോ, എനിക്ക് ചൂട് സഹിക്കാൻ കഴിയാത്തത് കാരണം. ഞാൻ ഇടുന്ന ഏതായാലും നമ്മളെ ചങ്ങായിക്ക് എന്തെങ്കിലും സ്നാക്സ് വേണമെന്ന് പറഞ്ഞു. സ്നാക്സ് മേടിച്ചിട്ട് എനിക്ക് കൊണ്ട് കൊടുത്തു. തൽക്കാലം 20 രൂപേൻ്റെ സ്നാക്സ് മേടിച്ചു കൊടുത്തു എനിക്ക്. ഏതായാലും ആഗ്ര കണ്ടെത്തി. നാളെ ഇന്ന് രാത്രി നമ്മൾ ഡൽഹിയിലെത്തും. നാളെ രാവിലെ എന്തായാലും ജമ്മു എത്തും. ബാക്കി കാഴ്ചകളൊക്കെ ജമ്മുവിലെത്തിയിട്ടാണ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് രാത്രിയോടു കൂടി വൈൻഡപ്പ് ചെയ്യും. ഓക്കെ.